മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായത്തിനായുള്ള അപേക്ഷ അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. എന്തപ്പോ അതിന് മറുപടി പറയാ? സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരേണ്ട, അദാലത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഉടായ്പിൽ തട്ടിവിട്ടതാണെന്നാ പറയുന്നത്. നമസ്കാരം. ജപ്തിയുമായി ബന്ധപ്പെട്ട് ധാരാളം കോളുകൾ ദിവസവും വരുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല, നമ്മൾ ഇതിൽ സ്ക്രോൾ ചെയ്യുന്ന പരസ്യമല്ലേ, ആ പരസ്യത്തിൽ അവരെന്തിനാണോ പരസ്യം ചെയ്യുന്നത് അത് ചിന്തിക്കാതെ ഇത് ഡിഫറെന്റ് ആംഗിൾസിന്റെ നമ്പറാണ് എന്ന് കരുതി ആ നമ്പറിൽ പോലും വിളിക്കുന്നുണ്ട്. ഇതിൽ പോകുന്ന ഒരു ഒമാനിലെ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം ഉണ്ട്. അങ്ങനെ ഒമാനിൽ പോലും വിളിച്ചിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുമോ എന്ന് ചോദിക്കും. ഞാൻ വിളിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നതല്ല, അവരുടെ വിളി ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയാനല്ല വന്നത്. ഇത്തരത്തിൽ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഉഴലുന്നവർക്ക് പിണറായി സർക്കാർ സഹായം ചെയ്യാമെന്നാണ് പറയുന്നത്. പലരും ചോദിച്ചു, ഈ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തവണകൾ നീട്ടിത്തരാൻ വേണ്ടിയിട്ട്, കുറച്ച് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ജപ്തിയുമായി ബന്ധപ്പെട്ട് ചില ഒരു ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ, അത് നടപ്പിലായി തുടങ്ങിയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ദേശാഭിമാനി വായിച്ചപ്പോ മന്ത്രിമാർ നേരിട്ട് താലൂക്കുകളിലെത്തി ഇത് സംബന്ധിച്ച് അദാലത്ത് നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇത് നവകേരള സദസ് എന്ന പരിപാടി പോലെ ആകുമോ, അതോ ഇനി എങ്ങനെ ഇത് നടക്കുമെന്നതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഉറപ്പും പറയാനില്ല. ഏതായാലും ദേശാഭിമാനിയിൽ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ വാർത്ത വന്നത്, ഒരുപക്ഷെ വന്നത് ദേശാഭിമാനിയിൽ ആയതുകൊണ്ട് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഒത്തിരി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച്, മറ്റു അദാലത്തായതുകൊണ്ട് കുറെ കാര്യങ്ങൾ വിശദമായി നമുക്ക് അറിയാനുണ്ട്. പരാതി പരിഹാരത്തിന് മന്ത്രിമാർ നേരിട്ടെത്തുന്നു. താലൂക്ക് തല അദാലത്ത് ഡിസംബർ ജനുവരി മാസത്തിൽ. നമുക്ക് ആ വാർത്ത ഒന്ന് വിശദമായി നോക്കാം. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അദാലത്ത്. കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത്. ഇവിടെ ഒരു സന്ദേഹം എനിക്കുണ്ട്. നമ്മൾ ഒരു പരാതി വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുന്നു. വില്ലേജ് ഓഫീസർക്ക് ഒരു പരാതി അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ, നേരത്തെ നവകേരള സദസ്സിൽ നമ്മൾ കണ്ടത് അത്തരത്തിൽ ഒരു പരാതി ആർക്കാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു അപേക്ഷ എവിടെയാണോ കൊടുത്തത് അവിടേക്ക് തന്നെ അയക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കിട്ടിയത്. ഇനി അഥവാ നമ്മൾ അവിടുത്തെ പരാതി പരിഹാര സെല്ലിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അവർക്ക് തന്നെയാണ് അയച്ചു കൊടുത്തത്. അത് മിക്കവാറും പാരയായി പലർക്കും വന്നിട്ടുമുണ്ട്. ഇത് അതുപോലെയാണോ അതോ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പരിഹരിക്കാനുള്ള ഒരു പരിപാടിയാണോ എന്നറിയില്ല. ഏതായാലും ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും അദാലത്ത് എന്നാണ് പറയുന്നത്. അദാലത്തുകളുടെ നടത്തിപ്പ്, സംഘാടനം എന്നിവയ്ക്ക് ജില്ലാ കളക്ടറെയും അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കാൻ ചീഫ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. അത് ശരിയാണ്. അദാലത്ത്, ഏറ്റവും വലിയ അദാലത്ത് എന്ന് പറഞ്ഞാൽ പരാതി പരിഹാര സെല്ലായിട്ട് നമ്മൾ നടത്തിയിരുന്നത് നേരത്തെ പറഞ്ഞ നവകേരള സദസ്സ് തന്നെയാണ്. അതിൽ നടത്തിയിട്ടുള്ള പരാതികളും രക്ഷാപ്രവർത്തനവും ഒക്കെ നന്നായിട്ട് കണ്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. ഈ വാഗ്ദാനങ്ങൾ അധികം തള്ളിവിടാതെ കാര്യങ്ങളൊന്നും നടത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാന പരിപാടി ആയി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതിന്റെ രീതിയിലായാലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതികളുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ മറ്റു വായ്പകളുണ്ട്, അത് സംബന്ധിച്ച്, പിന്നെ ചില കടലാസുകൾ ശരിയാക്കാത്തതിന്, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെ ആണ് പരിഹരിക്കാൻ കഴിയുന്നതെന്ന്. അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങളാണ് ഇനി പറയുന്നത്. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, അതായത് പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലുകളും. ഇത് ഇപ്പോ ശരിക്കും പരിഹരിക്കപ്പെടേണ്ട വലിയ പ്രശ്നങ്ങളാണ്. ഇത്തരം പരാതികൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അദാലത്തിൽ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസവും അല്ലെങ്കിൽ നിരസിക്കൽ, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്താൻ വേണ്ടി ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അദാലത്തിന് പോകാമെന്നാ പറയുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിട നമ്പർ, നികുതി, അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും പോകാം. പിന്നെ വയോജന സംരക്ഷണം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അത്.
വൃദ്ധരായ മാതാപിതാക്കളുടെ സ്ഥലം, അവരുടെ അവര് പേരുണ്ടായിരുന്ന സ്ഥലം തട്ടിയെടുത്ത ശേഷം അവരെ ഒഴിവാക്കുന്ന, വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി വരുന്നുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ പാരന്റിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ചെറുപ്പത്തിൽ കുട്ടികളെ നോക്കുന്നില്ല, കുട്ടികളെ ചേർത്ത് നിർത്തുന്നില്ല, അവരെ അഴിച്ചുവിട്ട കാളകളെ പോലെ വിടുന്നു. ഫലമോ പിന്നീട് പിൽക്കാലത്ത് അവർക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. അത് മാത്രമല്ല, ഇതൊരു മാറിയ സാഹചര്യമാണ്. സാമ്പത്തികം എല്ലാം പണത്തിലാണ്, പണാധിഷ്ഠിതമാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ല. സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ, വ്യക്തിബന്ധങ്ങള്, വ്യക്തി ആരാണ്, വ്യക്തിത്വം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, അതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. കുറെ സർട്ടിഫിക്കറ്റ് അങ്ങ് ഓൾ പാസ് അങ്ങ് വിജയിപ്പിച്ചങ്ങ് വിടുകയാണ്, എങ്ങോട്ടാ ചെന്ന് കയറട്ടെ എന്ന ലെവലിൽ. അപ്പോൾ വ്യക്തിബന്ധം, മാതാപിതാക്കള്, മക്കള്, സ്വാഭാവികമായിട്ടും വലിയ വിഷയമാണ്. അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. അത് അദാലത്തിൽ മാത്രം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. പിന്നെ വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ വളരെയധികം നിഷേധിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ധാരാളം പണം അവർക്ക് വേണ്ടി വകയിരുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഒരുപാട് പണം, കോടിക്കണക്കിന് പണം വകയിരുത്തിയിട്ടും ഈ പണം 1, 2, 3 വർഷം വകയിരുത്തുന്ന പണമെല്ലാം എടുത്താലും കേരളത്തിലെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗം എല്ലാം AC റൂമിൽ കിടന്നുറങ്ങേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞു. ഇത്രയധികം പണം ചെലവഴിച്ചിട്ടും സൗജന്യ റേഷൻ പോലും മര്യാദയ്ക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പണമൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കണം. വെറുതെ നമ്മൾ അദാലത്ത് വെച്ചിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങൾ കൂടി നോക്കേണ്ടതാണ്. മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ വലിയ പ്രശ്നമാണ്. ആ മേഖലയിലും ഉള്ളത് പരിഹരിക്കപ്പെടട്ടെ, അത് തന്നെയാണ് നോക്കുന്നത്. ശാരീരിക, ബുദ്ധി, മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, അവരുടെ ധനസഹായം, പെൻഷൻ, ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങൾ. പെൻഷന്റെ കാര്യത്തിൽ ഒരുപാട് പ്രയാസമുണ്ട്, കിട്ടും, ഈ പരിഹരിക്കുമെന്ന് തന്നെ കരുതാം. പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണത്തിന് വളരെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഈ ചാനലിൽ എത്രയോ തവണ വെച്ചിട്ടുണ്ട്. CPM തന്നെ പൂട്ടിച്ച ചാപ്പാറ പ്ലാന്റ് ആ ജോയിയുടെ കാല് പിടിച്ചെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിന് ഒരു വലിയ ഒരു വരുമാനത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുന്നു. മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മാലിന്യ പ്രശ്നങ്ങളും തീരും. വേണ്ടി വന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി നമുക്ക് മാലിന്യം ഏറ്റെടുത്തുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ജൈവവളം കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ഒരു ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. അത് ഇവിടേക്ക് മാത്രമല്ല, വേണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മാലിന്യം എടുത്തുകൊണ്ട് നമുക്ക് ലോകത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സിസ്റ്റം പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണമെങ്കിൽ കേരളത്തിന് വെളിയിൽ, കേരളത്തിന് മേൽനോട്ടത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാം. കേരളത്തിൽ സ്ഥലമില്ലല്ലോ. അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, CPM തന്റെ പിടിവാശി മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് മാലിന്യം അത് മാലിന്യമല്ല എന്നും അത് നമ്മുടെ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ള വരുമാനമാണ് എന്ന് തിരിച്ചറിയണം. ആ മാലിന്യത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ക്രൂശിക്കുന്നത് നിർത്തണം. ഇത്തരം കാര്യങ്ങൾ നിർത്തിയാൽ മതി. ബാക്കി മാർഗനിർദ്ദേശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും നന്നായി നടത്തിക്കൊണ്ടു പോകാനും ഡിഫറന്റ് ആംഗിൾസ് സഹിതം സഹകരിച്ച് തരാമെന്ന് വാഗ്ദാനം നൽകുകയാണ്. വെറും വാഗ്ദാനം അല്ല, ഇത് നടപ്പിലാക്കാവുന്നതാണ്. പിന്നെ പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണം, കുടിവെള്ളം, അതുപോലെ റേഷൻ കാർഡ്, APL, BPL ചികിത്സാ ആവശ്യങ്ങൾക്കുള്ളത്, പിന്നെ കാർഷിക വിളകളുടെ സംഭരണം, വിതരണം, വിള ഇൻഷുറൻസ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ നഷ്ടപരിഹാരം, സഹായം, മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ധാരാളം വിഷയങ്ങൾ അത്തരത്തിലുണ്ട്. വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ടുപോയ വളർത്തുമൃഗങ്ങളുണ്ട്, പശു, ആട്, അതുപോലെ കോഴി, താറാവ്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. പരിഹരിക്കപ്പെടട്ടെ, നല്ലത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ, ഇത് വാഗ്ദാനത്തിൽ മാത്രം നിൽക്കാനാണ് സാധ്യത. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ടത് സർക്കാരാണ്. കേരളത്തിൽ മായമില്ലാത്ത ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാകുമെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല ഫൈനോ മറ്റോ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഇളവുണ്ടാക്കി കൊടുക്കും. അതിനായിരിക്കും ഒരു പക്ഷേ ഇത് ബന്ധപ്പെടുത്തുക. വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി സാധ്യത കുറവാണ്. അവിടുന്ന് അനുമതി കിട്ടിയാലും ട്രേഡ് യൂണിയനുകളെ നിരക്കി നിർത്താതെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കില്ല. കാരണം കേരളത്തില് നമ്മുടെ സർക്കാർ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ ബിസിനസ്സാണ്, മെഡിക്കൽ ബിസിനസ് തന്നെയാണ്. അത് വാഗ്ദാനമായി നിലനിൽക്കും. പിന്നെ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്, ചികിത്സാ പിഴവ് കൊണ്ടും മറ്റും മരണപ്പെട്ടിട്ടുണ്ട്. മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പല സാധനങ്ങളും സർജറി കഴിഞ്ഞിട്ട് ഉള്ളിൽ വെച്ച് തുന്നിക്കെട്ടി അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഒരു കാര്യമില്ല, പരാതി പോയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പരിഹരിക്കപ്പെടുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നഷ്ടപരിഹാരം സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്കാം. വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ, അപേക്ഷകൾ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് പ്രഹസനമാവാനാണ് സാധ്യത. തണ്ണീർത്തട സംരക്ഷണം നടക്കില്ല.
അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. വനം വകുപ്പിന്റെ കാര്യമാണ് ഏറ്റവും പ്രശ്നം. ഈ അടുത്ത് ഒരു വിവാദം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ. ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും ഉണ്ടാകുന്നതിന് മുമ്പ് കാസർഗോഡ് സന്ദർശിച്ച് എൻ്റെ ബ്ലോഗിൽ ഈ എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ വിഷയങ്ങൾ എഴുതിയിരുന്നതാണ്. എത്രയോ കൊല്ലം മുമ്പ്. യൂട്യൂബും ഫേസ്ബുക്കും ഉണ്ടായിട്ട് എത്ര കാലമായെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് മുതൽ ഈ സർക്കാരും മറ്റു സർക്കാരും മാറി മാറി പരിഹരിച്ചിട്ടും പരിഹരിക്കാത്ത കാര്യം ഈ ഒറ്റ അദാലത്തിൽ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നത് വിട്ടിക്കൂശ്മാണ്ടങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒന്നാണ്. 1% പോലും വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് CPM ഭരിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. ഇത് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട്. കാര്യം മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശം മേപ്പാടി പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് CPM ഇട്ടേക്കുന്ന കോലം നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അതും നോക്കേണ്ടതില്ല. ഇനി പരിഗണിക്കാത്ത വിഷയങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ. ലൈഫ് മിഷൻ എന്തെങ്കിലും നിർദ്ദേശം കിട്ടുമോ, അഭിപ്രായങ്ങൾ കിട്ടുമോ, അല്ലെങ്കിൽ അഭിപ്രായം പറയാന്ന് കരുതിയിട്ട് അങ്ങോട്ട് വലിഞ്ഞേറി ചെല്ലണ്ട. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ജോലി ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ PSC സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. വായ്പ എഴുതി തരാൻ ചിരി വന്ന എന്താണെന്നറിയാം. ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകണ്ട. സർക്കാർ ജോലി കൊടുക്കുന്നതിനോട് തീരെ താല്പര്യമുള്ളതല്ല. അത് നമ്മൾ മറ്റേ പോലീസ് ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായി നിന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഇതിൽ നമ്മൾ കണ്ടതാണല്ലോ. PSC അതൊന്നും നമുക്ക് പറയില്ല. അതൊക്കെ പിൻവാതിൽ നിയമനത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആരും വരണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ വായ്പ എഴുതി തള്ളൽ, ആ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോണ്ട. മനസ്സിലായില്ലേ? വായ്പ എഴുതി തള്ളല് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. പിന്നെ പോലീസ് കേസുകൾ, അതും പറഞ്ഞങ്ങോട്ട് ചെല്ലണ്ട. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, പട്ടയങ്ങൾ, തരംമാറ്റം, അതും പറഞ്ഞങ്ങോട്ട് ചെല്ലണ്ട. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായത്തിനായുള്ള അപേക്ഷ, അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. എന്തപ്പോ അതിന് മറുപടി പറയാ? സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവ അങ്ങോട്ട് പോണ്ട. ജീവനക്കാരും സർക്കാരിന് ജീവനക്കാരും അതൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് പോണ്ട. റവന്യൂ റിക്കവറി, വായ്പാ തിരിച്ചടവിനുള്ള സാവകാശ ഇളവുകളും, ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോണ്ട. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ എന്റെ വീഡിയോ തുടങ്ങിയത് ബാങ്ക് മറ്റു കാര്യങ്ങൾ ബില്ല് പാസ്സാക്കിയത് ഇപ്പോ ശരിയാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. പക്ഷെ അവസാനിപ്പിക്കുന്നത് ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരണ്ട, അദാലത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഉടായ്പിൽ തട്ടിവിട്ടതാണെന്നാ പറയുന്നത്. അല്ലെ? അങ്ങനെയല്ലേ ഇപ്പോ മനസ്സിലാക്കിയത്? അപ്പോൾ ആദ്യം സത്യത്തിൽ ഈ വാർത്ത മുഴുവൻ വായിക്കാതെയാണ് ഞാൻ സത്യത്തിൽ വീഡിയോ ചെയ്യാനിരുന്നത്. എന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കരുതിയത് ഇങ്ങനെയുള്ള ഒരു ഇത് വെച്ചപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ്. ഏറ്റവും വേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാനായിട്ട് ചെല്ലണ്ട. ഓക്കെ, ആരും അഭിപ്രായം കൊണ്ട് പറയണ്ട, മിണ്ടാതെ വായ പൊത്തി ഇരുന്നോളാം എന്നാണ് പിണറായി പറയുന്നത്. ഓക്കെ. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യം വേണ്ട. ജോലി സംബന്ധമായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് ആ പടിയിലേക്ക് ചെല്ലരുത്. അതുപോലെ തന്നെ വായ്പ എഴുതി തള്ളാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. പോലീസ് കേസ് ഉണ്ടെങ്കിൽ, കള്ളക്കേസാണെങ്കിലും കള്ളപ്പോക്സ് ആണെങ്കിലും അങ്ങോട്ട് ചെല്ലണ്ട. അത് നിങ്ങൾ സ്വയം അനുഭവിച്ചോളണം. ഭൂമി സംബന്ധമായിട്ട്, വാസഗൃഹവുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ട. ദുരിതാശ്വാസ നിധിന്റെ കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുത്. ചുപ്പുരാകോ, മനസ്സിലായോ? അതിൽ നിന്ന് ₹1 കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. സാമ്പത്തിക സഹായം, ചികിത്സ ഉൾപ്പെടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വരിക്ക് വരേണ്ട ആവശ്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒരക്ഷരം വേണ്ടി പോകരുത്. ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ബില്ല് വെറുതെയാണ് തള്ളിവിട്ടത്, അല്ലാതെ നിങ്ങൾക്ക് പണം തരാനോ സഹായം തരാനോ ഒന്നുമല്ല. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞിട്ട് മേലിൽ ഒരു മനുഷ്യനും അദാലത്ത് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്.